വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണ് നോക്കുന്നത്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ 3 ടൈപ്സ് ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്: പബ്ലിക്, പ്രൈവറ്റ്, നോൺ പ്രോഫിറ്റ്. നമ്മൾ ഓൾറെഡി ഇന്നലെ എടുത്ത ഒരു സിലബസ് പോർഷൻ ഉണ്ടായിരുന്നു, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സോ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന് വളരെയധികം സിമിലർ ആയിട്ടുള്ളൊരു ഏരിയയാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് സിമ്പിളാണ് പോർഷൻ. ഇവിടെ നിന്നൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ചോദിക്കും. നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്ന രീതിയിൽ ചോദിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് പബ്ലിക് ഓർഗനൈസേഷനാണ്. എന്താ പബ്ലിക് ഓർഗനൈസേഷൻ? ബേസിക്കലി സർക്കാരിൻ്റെ പ്രസ്ഥാനങ്ങളാണ് പബ്ലിക് ഓർഗനൈസേഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങളിതിനെ ആലോചിക്കാം. ഒരു സർക്കാർ സ്കൂൾ അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങളിതിനെ ആലോചിക്കാം. പബ്ലിക് ഓർഗനൈസേഷൻസ് ആർ ഓൺഡ്, മാനേജ്ഡ് ആൻഡ് ഫണ്ടഡ്. അതിൻ്റെ ഉടമസ്ഥതയും അതിൻ്റെ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ അതിന് പൈസ കൊടുക്കുന്നത്, അതിൻ്റെ ചിലവിനുള്ള പൈസ കൊടുക്കുന്നതും ഗവൺമെൻറ് ആയിരിക്കും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പം നാട്ടിലെ ഉള്ള ഒരു സർക്കാർ ആശുപത്രി ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും പൈസ കൊടുക്കുന്നത്. ഇപ്പം എയിംസ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും പൈസ കൊടുക്കുന്നത്. സോ ഏത് ഗവൺമെൻറ് ആണെന്നുള്ളത് ഓരോ ടൈപ്പ് ഓഫ് പബ്ലിക് ഓർഗനൈസേഷൻ പോലെ ഡിപ്പെൻഡ് ചെയ്യും. ദർ പ്രൈമറി ഗോൾ ഇസ് ടു പ്രൊവൈഡ് എസെൻഷ്യൽ സർവീസസ്. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് ഓർഗനൈസേഷൻസിൻ്റെ ഫങ്ഷൻ. അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് അല്ല. ദി ഒബ്ജക്റ്റീവ് ഇസ് നോട്ട് ടു ഏൺ പ്രോഫിറ്റ്സ്. ദി ഓപ്പറേറ്റ് ഇൻ സെക്ടേഴ്സ് ക്രിട്ടിക്കൽ ടു നാഷണൽ ഇൻട്രസ്റ്റ്. രാജ്യ താല്പര്യങ്ങൾക്ക് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മേഖലകളിലായിരിക്കും പൊതുവെ അവ പ്രവർത്തിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ ഹെൽത്ത് കെയർ ഒരു എക്സാമ്പിളാണ്. സർക്കാർ ആശുപത്രികൾ, ഡിഫൻസ്, മെയിനായിട്ട് ഇവിടുത്തെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സർക്കാരാണ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ട്രാൻസ്പോർട്ടേഷൻ, KSRTC ബസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ. ഇതിൻ്റെ കുറച്ച് ജനറൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന്, ഓൺഡ് ആൻഡ് കൺട്രോൾ ബൈ ദ ഗവൺമെൻറ് ആണ്. ഉടമസ്ഥതയും അതിൻ്റെ നിയന്ത്രണവും കാര്യങ്ങളും എല്ലാം സർക്കാർ തന്നെയാണ് നോക്കി നടത്തുന്നത്. ഫണ്ടഡ് ബൈ ടാക്സസ് ആൻഡ് പബ്ലിക് റവന്യൂ. നമുക്കറിയാമല്ലോ, നമ്മൾ കൊടുക്കുന്ന ടാക്സ്, നികുതി പണവും അതുപോലെ തന്നെ മറ്റ് രീതിയിൽ സർക്കാരിന് കിട്ടുന്ന പൈസയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിവറേജസ് കോർപ്പറേഷനുണ്ട്, കേരള ലോട്ടറീസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ സർക്കാരിന് വരുമാനം കിട്ടുന്നുണ്ട് ടാക്സസിന് പുറമേ ആയിട്ട്. സോ ഈ പൈസയൊക്കെ ഉപയോഗിച്ചിട്ടാണ് സർക്കാരിൻ്റെ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത്. അതാണ് ഫണ്ടഡ് ബൈ ടാക്സസ് ആൻഡ് പബ്ലിക് റവന്യൂ. ദേ ഓപ്പറേറ്റ് ഫോർ പബ്ലിക് വെൽഫെയർ. ആളുകളുടെ നല്ലതിന് വേണ്ടിയിട്ട്, ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവയ്ക്ക് പ്രോഫിറ്റ് മോട്ടീവ് ഇല്ല, ലാഭേച്ഛയോടുകൂടിയല്ല ഇത് പ്രവർത്തിക്കുന്നത്. സബ്ജക്റ്റ് ടു ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് ഓഡിറ്റ്സ്. സാധാരണ ഗവൺമെൻറ്റിൻ്റെ മറ്റ് നിയമങ്ങൾ ഇവർക്കും ബാധകമാണ്. ഓക്കെ, സോ അതാണ് പബ്ലിക് ഓർഗനൈസേഷൻ. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇന്ത്യൻ റെയിൽവേ ഒരു എക്സാമ്പിളാണ്. എയിംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എയിംസ് എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയാണ്. കേരളത്തിൻ്റെ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ വരും. ബെയിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് സർക്കാരിൻ്റെ പ്രസ്ഥാനമാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, റേഷൻ അരിയും മറ്റും ആയിട്ട് ഡീൽ ചെയ്യുന്നത്. കൊച്ചി മെട്രോ, ഡൽഹി മെട്രോ, അങ്ങനത്തെ മെട്രോ ഫെസിലിറ്റീസ്. കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ സ്കൂളുകളുണ്ട്, സർക്കാർ സ്കൂളുകളുണ്ട്. അങ്ങനെ സർക്കാരിൻ്റേതായ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പബ്ലിക് ഓർഗനൈസേഷൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ. പ്രൈവറ്റ് ഓർഗനൈസേഷൻ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? വ്യക്തികളുടേതായിരിക്കും. പ്രൈവറ്റ് വ്യക്തികളുടേതായിരിക്കും. കോർപ്പറേറ്റുകളും മറ്റ് ബിസിനസ്സുകളും എല്ലാം പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്. Private organizations are owned and operated by individuals, families or corporate entities. ഒരു വ്യക്തിയോ ഒരു കുടുംബമോ അതുപോലെ തന്നെ കോർപ്പറേറ്റുകളോ ആയിരിക്കും പ്രൈവറ്റ് ഓർഗനൈസേഷനുകളുടെ ഉടമസ്ഥതയും അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ ഫണ്ടിങ്ങും എല്ലാം അവരാണ് നോക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ റോളില്ല. ദ മെയിൻ എയിം, അവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? പ്രൈവറ്റ് കമ്പനികളാണല്ലോ, ഇപ്പോൾ ഒരു കടയെടുത്താൽ തന്നെ അവരുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റാണ്. അതേപോലെ തന്നെ മാർക്കറ്റിൽ വളരുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ലക്ഷ്യം. അതും സ്വാഭാവികമായിട്ടും എന്തിനു വേണ്ടി തന്നെയാണ് മാർക്കറ്റിൽ വളരുന്നത്? അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി. സോ പ്രൈവറ്റ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് വ്യക്തികളുടേതാണ്, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടേതോ ഫാമിലികളുടേതോ കുടുംബങ്ങളുടേതോ ഒക്കെ ആവാം. അവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പബ്ലിക് ഓർഗനൈസേഷൻസിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ആൾക്കാരുടെ ക്ഷേമമാണ്. ദേ ക്യാൻ ബി സ്ട്രക്ചേർഡ് ആസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്,
സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തി നടത്തുന്ന, ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ മൊത്തം നടത്തുമ്പോൾ അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പല പാർട്ട്നേഴ്സ് ഉണ്ട്. പിന്നെ വരുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. ഇതൊക്കെ അതിൻ്റെ ഏത് രീതിയിലാണ് അതിനെ ഫണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പോലെയാണ് ഇതിൻ്റെ പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്നുള്ള സ്ട്രക്ചേഴ്സ് വരുന്നത്. സോ അത് ലിമിറ്റഡ് കമ്പനീസ്, ബേസിക്കലി ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫണ്ടിങ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, പ്രൊപ്രൈറ്റർഷിപ്പ് ഒരാൾ ഓൺ ചെയ്യുന്നതാണ്. പാർട്ട്ണർഷിപ്പ് പല ഓണേഴ്സ് കാണും, പല പാർട്ട്നേഴ്സ് കാണും. ഓക്കെ, അടിസ്ഥാനപരമായ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. പ്രൈവറ്റ്ലി ഓൺഡ് ആണ്, വ്യക്തികളാണിത് ഓൺ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഡ്രിവൺ ആണ്. ഫണ്ടഡ് ബൈ പ്രൈവറ്റ് ക്യാപിറ്റൽ. ഓക്കെ, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനുള്ള ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, മൂലധനം കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ വിറ്റുവരവിൽ നിന്നുള്ള പൈസ പിന്നെ ഇവർ തിരിച്ച് ഓർഗനൈസേഷനിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതല്ലാതെ അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുമുണ്ട്. ചിലപ്പോൾ പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം വരാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർ കുറച്ച് പൈസ ഇതിലേക്ക് നിക്ഷേപിക്കാം, അവർക്ക് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടാൻ. അങ്ങനെയൊക്കെയാണ് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. പൊതുവെ അവരെ ഗവേൺ ചെയ്യുന്ന അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് ആണ്. ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് ആണ്, 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നത്. പൊതുവെ അവരൊരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ് പ്രവർത്തിക്കുന്നത്, അറിയാമല്ലോ. നോർമൽ മാർക്കറ്റിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ അവർക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ദി ഓപ്പറേറ്റ് ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഇൻഫോസിസ്, ടാറ്റ, സൊമാറ്റോ, ഗൂഗിൾ. നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ പ്രൈവറ്റ് ഓർഗനൈസേഷൻസും, നമ്മൾ സർക്കാരിൻ്റെ അല്ലാത്ത മിക്ക പ്രസ്ഥാനങ്ങളും പ്രൈവറ്റ് തന്നെയാണ്. ഓക്കെ, മിക്ക പ്രസ്ഥാനങ്ങളും എന്ന് പറയാൻ കാരണം മൂന്നാമത് ഒരു ടൈപ്പും കൂടിയുണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NGO എന്ന് നമ്മൾ പറയുന്ന സാധനമാണ്. പൊതുവേ ഇതിലൊരു ചാരിറ്റബിൾ എലമെൻ്റ് ആണുള്ളത്. ഓക്കെ, മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളിലാണ് പൊതുവേ അവർ ആക്റ്റീവായിട്ടുള്ളത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. പൊതുവേ NGOസിൽ അങ്ങനെ സർക്കാരിൻ്റെ പങ്കൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, പൊതുവെ സർക്കാരാണല്ലോ പ്രോഫിറ്റിനല്ലാതെ പ്രവർത്തിക്കുന്നത്, പക്ഷേ NGOസും പ്രോഫിറ്റിനല്ലാതെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സോ അവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നല്ല. ഇൻസ്റ്റഡ് ദേ എയിം ടു സെർവ് സോഷ്യൽ, എഡ്യൂക്കേഷണൽ, കൾച്ചറൽ, ഹ്യൂമാനിറ്റേറിയൻ കോസുകൾ. അതായത് സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള മേഖലകളിലായിരിക്കാം, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ, അഗൈൻ മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ വ്യാപൃതമായിട്ടുള്ളത്. അവർക്ക് കിട്ടുന്ന എക്സസ് എന്തെങ്കിലും അവർക്ക് എക്സസ് ആയിട്ട് പൈസ കിട്ടുവാണെങ്കിൽ പൊതുവേ അവർ ചെയ്യുന്നത് അവരുടെ ഈ മിഷനിലോട്ട് തന്നെ തിരിച്ച് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ മിഷനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളതാണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. റെഡ് ക്രോസ് സൊസൈറ്റി ഒരു NGO ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് NGOകളിലൊന്നാണ് റെഡ് ക്രോസ്. അവർ മെഡിക്കൽ എയ്ഡ്, മെഡിക്കൽ ഹെൽപ്പ് ഫ്രീ ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലാണ് റെഡ് ക്രോസ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഫീച്ചേഴ്സിലേക്ക് വരുമ്പം നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്. അവർ പൊതുവെ ലാഭത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ ആ ഒരു മിഷൻ ഓറിയൻറ്റഡ് ആണ്. മിഷൻ ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു പ്രത്യേക ലക്ഷ്യം കാണും. ഇപ്പോൾ മനുഷ്യസ്നേഹമായിരിക്കും അവരുടെ ലക്ഷ്യം, അപ്പം അതിനുവേണ്ടിയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കും ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. അല്ലാതെ ലാഭം ആ മേഖലയിൽ നിന്നോ വേറൊരു മേഖലയിൽ നിന്നോ ലാഭം കിട്ടാൻ വേണ്ടിയല്ല. പൊതുവേ ഡൊണേഷൻസ് ആണ് അവരെ ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഡൊണേഷൻസ്. പിന്നെ ചിലർ ഗ്രാൻറ്റുകളും മറ്റും കൊടുക്കും. അതുപോലെ തന്നെ ഇവർ തന്നെ നടത്തുന്ന ഫണ്ട് റൈസിങ് ക്യാമ്പയിനുകളൊക്കെ ഉണ്ടാവും. സോ ഇതുവഴിയൊക്കെയാണ് ഇവർക്ക് പൈസ കിട്ടുന്നത്. ഇവരുടെ മറ്റ് പ്രവർത്തനങ്ങൾ വഴിയല്ല കിട്ടുന്നത്. ഇവർക്ക് ആൾക്കാർ ഡൊണേഷൻ, പല രീതിയിലുള്ള ഡൊണേഷനുകളാണ് ഈ ഫണ്ട് റൈസിങ്, ഡൊണേഷൻ, ഗ്രാൻഡ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഡൊണേഷനുകൾ വഴിയാണ് ഇവർക്ക് പൊതുവെ അവരുടെ പ്രവർത്തനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാനുള്ള പൈസ കിട്ടുന്നത്. എക്സെംപ്റ്റ് ഫ്രം ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ 12A ആൻഡ് 80G. ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള എക്സെംഷൻ്റെ കാര്യമല്ല പറയുന്നത്. ചില മേഖലകൾ സെക്ഷൻ 12Aയിലും 80Gയിലും എക്സെംപ്റ്റഡ് ആണ്. ഈ രണ്ട് ക്ലോസുകളും വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലോസുകളാണ്. സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, NGOസിനുള്ള എക്സെംഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസുകളാണെന്ന് മാത്രം. ഓക്കെ, ഇൻകം ടാക്സ് ആക്ടിൻ്റെ 12Aയും 80Gയും രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. പൊതുവെ ഇവരെ ഗവേൺ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആയിരിക്കും. ട്രസ്റ്റുകൾ നമുക്ക് ഒരുപാടെണ്ണം കേട്ടിട്ടുണ്ടല്ലോ.
അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിരിക്കും. ഇപ്പം ഒരു കുറേ ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് ഇപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് പോലെ. പിന്നെ കമ്പനീസ് ലോയിലെ സെക്ഷൻ 8 എൻ്റെ വിശ്വാസം. നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. കമ്പനീസ് ലോയിലെ സെക്ഷൻ 8 ആണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടുള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ ടിപ്പിക്കൽ എക്സാമ്പിൾ റെഡ് ക്രോസ് ആണത്. ആരോഗ്യ മേഖലയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് അക്ഷയപാത്ര ഫൗണ്ടേഷനാണ്. അത് പൊതുവെ പേര് കേട്ടാൽ തന്നെ മനസ്സിലായി കാണും. അവർ പൊതുവെ ഫുഡ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇതിൻ്റെ കൂടെ അവർക്ക് മറ്റ് ഒബ്ജക്റ്റീവ്സും ഉണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ഫേമസ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റും പിന്നെ ഡോൺ ബോസ്കോ വീട് സൊസൈറ്റി. ആ വീട് സൊസൈറ്റി പേര് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. വീട് വെച്ച് കൊടുക്കാനും മറ്റുമായിട്ടൊക്കെ ഉള്ളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ട്രിവാൻഡ്രം ഡോൺ ബോസ്കോ വീട് സൊസൈറ്റി. ഇനി നമുക്കിതിൻ്റെ ഒരു കമ്പാരിസൺ പോലെ പഠിക്കാം. സോ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ പൊതുവേ ഇതിൻ്റെ കമ്പാരിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരിക. ഒരു ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. സോ നമുക്കൊരു കമ്പാരിസൺ വെച്ചിട്ട് തന്നെ പഠിച്ചു പോകാം. നമുക്ക് ആദ്യം ഓണർഷിപ്പ് നോക്കാം. ഓണർഷിപ്പിൽ പബ്ലിക് ആണെങ്കിൽ ആരാണ് ഓൺ ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ് ഓൺ ചെയ്യുന്നത്. പ്രൈവറ്റ് ആണെങ്കിൽ ആര് ഓൺ ചെയ്യും? പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളോ കുടുംബങ്ങളോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ ഒക്കെ ആയിരിക്കും പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഹോൾഡ് ചെയ്യുന്നത്. പബ്ലിക് ആണെങ്കിൽ മാത്രം ഗവൺമെൻറ് ഹോൾഡ് ചെയ്യും. പ്രൈവറ്റ് ആണെങ്കിൽ ബാക്കി പ്രൈവറ്റ് വ്യക്തികൾ ഓൺ ചെയ്യും. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പൊതുവേ ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആയിരിക്കും. ഓക്കെ, ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നത്. പൊതുവെ ഒരു വ്യക്തിയല്ല, മെമ്പേഴ്സും ആവാം. മെമ്പേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ ആയിരിക്കാം പൊതുവെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ് പബ്ലിക് ഓർഗനൈസേഷൻ്റെ കേസിൽ വരുമ്പം സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ നിലകൊള്ളുന്നത്. ഓക്കെ, ആൻഡ് മെയിനായിട്ടുള്ള സെക്ടേഴ്സിനെ ഒരു പരിധി വരെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും പ്രൈവറ്റ് എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളുടെ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല. സോ ആ ഒരു സെക്ടറിനെ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താനും പബ്ലിക് എൻ്റർപ്രൈസസ് അല്ലെ പബ്ലിക് ഓർഗനൈസേഷൻസ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഒന്ന് അവർ വെൽഫെയറിന് വേണ്ടിയിട്ട് സാമൂഹിക ക്ഷേമം, പിന്നെ ഒന്ന് ആ സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും. പ്രൈവറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പ്രോഫിറ്റ്. ഇപ്പോൾ അവർക്ക് ബിസിനസ് ഗ്രോ ചെയ്യണമെന്നൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ അടിസ്ഥാനം എവിടെ നിന്നാണ് വരുന്നത്? അവരുടെ പ്രോഫിറ്റ് ഓവർ ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം അഗെയിൻ അവർ സർക്കാരിനെ പോലെ തന്നെ വെൽഫെയർ ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, സോഷ്യലും കൾച്ചറലുമായിട്ടുള്ള വെൽഫെയർ, എഡ്യൂക്കേഷണൽ പർപ്പസ്, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഹെൽത്തിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പർപ്പസായിട്ടുള്ളതാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോഴ്സ് ഓഫ് ഫണ്ടിങ് സർക്കാരിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ബജറ്റ്, അത് ടാക്സസ് ആവാം, മറ്റ് രീതിയിലുള്ള വരുമാനങ്ങളാവാം, ഗവൺമെൻറ് കടമെടുത്ത പൈസയാവാം, എന്തുമാവാം, അൾട്ടിമേറ്റ്ലി സർക്കാരാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. പ്രൈവറ്റിൻ്റെ കാര്യം വരുമ്പോൾ പൊതുവെ അവരവരുടെ പൈസ തന്നെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് വിറ്റുവരവിൽ നിന്നും വരുമാനമുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും അവർ വരുമാനം എടുക്കാറുണ്ട്. എന്ത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് വരുമാനം എടുക്കുക? ഷെയറുകൾ വഴി. ഓക്കെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അടിസ്ഥാനപരമായിട്ടും ഡൊണേഷൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. ഗ്രാൻഡ് ആണെങ്കിലും ഫണ്ട് റേസിംഗ് ആണെങ്കിലും ചിലരും ഒരു മെമ്പർഷിപ്പ് ഫീസ് വെക്കും. സോ ഇതൊക്കെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ വരുമാനം. നിങ്ങളിത് കമ്പാരിറ്റീവ്ലി പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ആസ്പെക്റ്റിലായിരിക്കും. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസമോ സിമിലാരിറ്റിയോ ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പബ്ലിക്കിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, ഞാൻ പറയുന്നില്ല. ഈ കോളം റെപ്പിറ്റീഷനാണ്. അടുത്തത് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പൊതുവെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, പബ്ലിക് ഓർഗനൈസേഷൻസ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സർക്കാരാണ്. സർക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സോ അല്ലെങ്കിൽ അവർ അപ്പോയിൻ്റ് ചെയ്യുന്ന ഓഫീഷ്യൽസ്, ഇപ്പം സർക്കാർ ജോലിക്കാരില്ലേ, അവരൊക്കെയാണ് പബ്ലിക് ഓർഗനൈസേഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. അതേസമയം പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ പേരിൽ തന്നെയുണ്ട്, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആ പ്രൈവറ്റ് വ്യക്തികൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇതും കോളം മാറി കയറി വന്നതാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു.
ഇനി വരുന്ന പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. ലാഭം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ലാഭം കിട്ടിയാലും അവിടുന്ന് വരുമാനം ഉണ്ടെങ്കിലും ആ പൈസ തിരിച്ച് ഗവൺമെൻറ് ട്രഷറിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് മറ്റ് മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾക്കും ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പബ്ലിക് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് പൊതുവെ ഏത് റേഷ്യോയിലാണോ ഏത് റേഷ്യോയിലാണോ ആൾക്കാർ അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ടായി പോകും. അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആ പൈസ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും തീരുമാനത്തോടു കൂടി തന്നെ ഈ പൈസയൊക്കെ തിരിച്ചിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് പ്രൈവറ്റിൽ ആ പൈസ കൊണ്ടുള്ള ഉപയോഗം. പിന്നെ വരുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അഗെയിൻ അവരും ഇതേ മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ച് ഈ പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ വരുന്നത് റെഗുലേഷനിൽ എല്ലാവർക്കും നാട്ടിലുള്ള റൂൾസ് ബാധകമാണ്. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക് സെക്ടറിനും ബാധകമാണ്, പ്രൈവറ്റിനും നോൺ പ്രോഫിറ്റിനും ബാധകമാണ്. പ്രൈവറ്റ് സെക്ടറിനെ അടിസ്ഥാനപരമായിട്ട് ഗവൺ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് ആണ്. പിന്നെ മറ്റ് കോർപ്പറേറ്റ് റൂളുകൾ ഓരോ സിറ്റുവേഷനിലേക്ക് റെലവൻ്റ് ആവുന്നു. ഫോർ എക്സാമ്പിൾ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ്, സെക്യൂരിറ്റീസ് റെഗുലേഷൻസും മറ്റും അവർക്ക് ബാധകമാകും. നോൺ പ്രോഫിറ്റിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് ട്രസ്റ്റ് ആക്ട് ഉണ്ട്, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഉണ്ട്. പിന്നെ നമ്മൾ കമ്പനീസ് ആക്ടിലെ 8ാമത്തെ ക്ലോസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ സ്ലൈഡിൽ. ഇതൊക്കെയാണ് അവർക്ക് ബാധകമായിട്ടുള്ളത്. പിന്നെ വരുന്നത് അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമാണ്. ആർക്ക് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പബ്ലിക് ഓർഗനൈസേഷൻസ് ഗവൺമെൻറ്റിന് മാത്രമല്ല പബ്ലിക്കിനോടും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ജനങ്ങളോടും അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ അവരവരുടെ ഓണേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനുമാണ് അക്കൗണ്ടബിൾ ആയിട്ടിരിക്കുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അവരുടെ ഡോണേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡൊണേഷൻ കൊടുത്ത ആൾക്കാർ, അവരോടൊരു ഉത്തരവാദിത്വമുണ്ട്. അതേപോലെ തന്നെ അവർ ആർക്ക് വേണ്ടിയാണോ സേവനം ചെയ്യുന്നത്, അവരിപ്പോൾ വീട് വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ കൊടുക്കുന്ന മേഖലകളിലാണെങ്കിൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന മേഖലകളിലാണെങ്കിൽ ആ കുട്ടികളോട് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു അവർ നല്ല സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റ് റെഗുലേഷൻസിനോടും. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പബ്ലിക് ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻ, ഡിഫൻസ്, പോസ്റ്റൽ സർവീസുകളൊക്കെ. പ്രൈവറ്റ് വരുമ്പം പൊതുവെ പ്രൈവറ്റായിട്ട് നിങ്ങൾ കാണുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും. നോൺ പ്രോഫിറ്റ് വരുമ്പം ഈ ഫ്രീ ആയിട്ടൊക്കെ ഫുഡ് കൊടുക്കുക, ഫ്രീ ആയിട്ട് ഇങ്ങനെ സേവനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നോൺ പ്രോഫിറ്റിൽ വരുന്നത്. പിന്നെ വരുന്നത് എംപ്ലോയ്മെൻറ്റിൻ്റെ നേച്ചറാണ്. പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം ജോബ് സെക്യൂരിറ്റി ഉണ്ട് പബ്ലിക് ഓർഗനൈസേഷനിൽ. നമ്മൾ അതുകൊണ്ടാണ് ഇത്രത്തോളം ഗവൺമെൻറ് എക്സാമുകൾക്ക് കോമ്പറ്റീഷൻ ഉള്ളതും. പിന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള പേ സ്കെയിലും കാര്യങ്ങളും പെൻഷനും മറ്റും എല്ലാം പബ്ലിക്കിൽ കിട്ടും. പ്രൈവറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും അഗൈൻ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രൈവറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ എന്താണ്, എംപ്ലോയ്മെൻറ്റ് അത്രത്തോളം സ്റ്റേബിൾ അല്ല. അതിപ്പോൾ ഇൻകത്തിൻ്റെ കേസാണെങ്കിലും ചിലപ്പം ഹൈ ആയിരിക്കാം, ലോ ആയിരിക്കാം. ഓക്കെ. പിന്നെ വരുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും എംപ്ലോയ്മെൻറ്റ് പൊതുവെ വോളണ്ടറി ബേസിസിലായിരിക്കും. ആൾക്കാർ സ്വമേധയെ അതിൻ്റെ ഭാഗമാവുന്നതായിരിക്കും. ഓക്കെ. സോ ഇതാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും വരും. സോ ഈ ഒരു ലെക്ചർ മാത്രം നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ സഫിഷ്യൻ്റ് ആണ്. ഇത്രയും ഇതിന് ആവശ്യമുള്ളൂ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.